ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് SBIയുടെ വാട്സപ്പ് അസിസ്റ്റൻറ്റിനെ കുറിച്ചിട്ടാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് AI അതുപോലെ ചാറ്റ് ബോട്ടൊക്കെ വളരെ പ്രചാരത്തിലുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒട്ടുമിക്ക എല്ലാ സേവനദാതാക്കളും അവരുടെ വാട്സപ്പിൻ്റെ അസിസ്റ്റൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ SBIയും ഈ ഒരു വാട്സപ്പ് അസിസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മളുടെ വാട്സപ്പിലൂടെ നമ്മൾക്ക് അവസാനം നടന്ന നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ അവസാനം നടന്ന 5 ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എത്ര ബാലൻസ് ഉണ്ടെന്ന് നമുക്ക് വാട്സപ്പ് മുഖേന ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് പറയാൻ കാരണം ചില സമയത്ത് UPI ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇപ്പം ഫോൺപേ ആയിക്കോട്ടെ, പേടിഎം ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഗൂഗിൾ പേ ആയിക്കോട്ടെ, ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ ബാലൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾക്കധികവും സെർവർ ബിസി, വലിയ ബാങ്ക് സെർവർ ബിസി എന്നൊക്കെ കാണിച്ചിട്ട് ബാലൻസ് കാണിക്കാത്തൊരു അവസരം വരാറുണ്ട്. അത്തരം അവസരത്തിൽ പോലും നിങ്ങൾക്ക് ഈ വാട്സപ്പ് അസിസ്റ്റൻറ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ബാലൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ യോനോ SBI ലൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ SBIയുടെ കസ്റ്റമേഴ്സ്, SBI ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിനാണെങ്കിൽ യോനോ SBI ലൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ സമയത്തും നിങ്ങളുടെ ബാലൻസും കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിരുന്നാലും സാധാരണ എല്ലാ ആൾക്കാർക്കും ഈ വാട്സപ്പ് അസിസ്റ്റൻറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ലാസ്റ്റ് 5 ട്രാൻസാക്ഷനും അതുപോലെ തന്നെ എത്ര പൈസയുണ്ട് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് മൊബൈലിൽ SBIയുടെ വാട്സപ്പ് അസിസ്റ്റൻറ്റ് ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് മൊബൈലിൽ നിന്ന് ഒരു SMS അയക്കേണ്ടതുണ്ട്. അത് ഏത് നമ്പറിൽ നിന്ന് അയക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ, അതായത് നിങ്ങൾ ATM കാർഡിൽ നിന്നൊക്കെ പൈസ എടുക്കുമ്പോൾ ഇത്ര പൈസ നിങ്ങൾ ATM നിന്ന് എടുത്തു എന്നൊരു മെസ്സേജ് വരുന്നില്ലേ, ആ ഒരു ബാങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആ നമ്പറിൽ നിന്ന് തന്നെ ഈ മെസ്സേജ് അയക്കണം. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്: 7208193314. ഈ നമ്പറിലേക്ക് ഒരു SMS അയക്കണം. SMSൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് WREG സ്പേസ് അക്കൗണ്ട് നമ്പറാണ്. എക്സാമ്പിൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാർക്ക് സംശയം വരും, അപ്പോൾ ഈ WREG എഴുതി അക്കൗണ്ട് നമ്പർ എഴുതിയിട്ട് വേണോ നമ്മൾ അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ? അങ്ങനെയല്ല, വെറും WREG എഴുതുക. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക. താഴെ കൊടുത്തിരിക്കുന്ന ഒരു തൽക്കാലത്ത് കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് നമ്പറാണ്. നിങ്ങളുടെ അക്കൗണ്ട് നമ്പറിന് 11 അക്കൗണ്ട് ഉണ്ടല്ലോ, അത് മാത്രം 00 അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവസാനം വരുന്ന ആ 00 ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നിട്ടുള്ള നമ്പറുകളുണ്ട്, 11 അക്കം. അവസാനത്തെ 11 അക്കങ്ങൾ അത് ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക, SMS അയക്കുക. ഇങ്ങനെ SMS അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും, അതായത് 1 മിനിറ്റ് 2 മിനിറ്റ് തന്നെ നമുക്ക് മെസ്സേജ് വരും. എന്നാൽ നിങ്ങൾ സക്സസ്ഫുള്ളി നിങ്ങൾ SBIയുടെ വാട്സപ്പ് അസിസ്റ്റൻറ്റിൽ രജിസ്റ്റർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അക്കൗണ്ട്, അതായത് നിങ്ങളുടെ കോൺടാക്ട്സിൽ ഈ പറഞ്ഞ നമ്പർ സേവ് ചെയ്യുക. +91 9022690226. ഈ നമ്പർ നിങ്ങൾ നിങ്ങളുടെ കോൺടാക്ട്സിൽ സേവ് ചെയ്യുക. SBI വാട്സാപ്പ് അസിസ്റ്റൻറ്റ് എന്ന പേരിൽ നിങ്ങൾ സേവ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന ആ ഫോൺ നമ്പറിൻ്റെ വാട്സപ്പിൽ നിന്നും, ഓർമ്മിക്കുക, നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫോൺ നമ്പറിൻ്റെ വാട്സപ്പിൽ നിന്നും ഒരു ഹായ് ഈ പറയുന്ന ഇതിലേക്ക് സെൻഡ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം എങ്ങനെ സെൻഡ് ചെയ്യുന്നുള്ളത്. നിങ്ങൾക്കത് മൊബൈലിലൂടെ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഇതേ പറഞ്ഞ പോലെ ഈ നമ്പർ ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അവരുടെ ആ ഒരു സംഭവം, SBI വാട്സപ്പ് അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം മറ്റൊന്നുമില്ല, ജസ്റ്റ് ഇവിടെ നിന്ന് ഹായ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഹായ് ടൈപ്പ് ചെയ്തിട്ട് ഒരു SMS അങ്ങോട്ട് അയക്കാം. അപ്പോൾ ഇങ്ങനെ വരും, ഗെറ്റ് ബാലൻസ്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഒരു സെക്കൻഡ്. ഗെറ്റ് ബാലൻസ് കൊടുക്കുക. അപ്പം പറയും ജസ്റ്റ് വെയിറ്റ് ചെയ്യും, ഇത് ചെയ്യുന്നെന്ന് പറയും. അപ്പോൾ ഓക്കെ, അത് ചെറിയൊരു എറർ ഉണ്ടായ സമയത്ത് നമുക്ക് ബാലൻസ് കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ ബാലൻസ് കാണിച്ചിട്ടുണ്ട്, അതായത് 83 രൂപ നമ്മളിൽ ബാലൻസ് ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് വേണ്ട ഗെറ്റ് മിനി സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ ഒന്നുമില്ല, ഇങ്ങനെ ഒരു ലിങ്ക് പോലെ സംഭവം വരും, അത് ജസ്റ്റ് ടച്ച് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇവിടെ ഗെറ്റ് മിനി സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് അവസാനമായിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുള്ള അവസാനത്തെ 5 ട്രാൻസാക്ഷൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, കണ്ടില്ലേ, ഞാൻ അവസാനമായിട്ട് ട്രാൻസ്ഫർ ചെയ്ത 5 ട്രാൻസാക്ഷൻസ് ആണ് ഈ കാണുന്നത്. 5000, ഒരു 800, ഒരു 500, ഒരു 90. അപ്പം ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ വാട്സപ്പ് അസിസ്റ്റൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ബാലൻസും നോക്കാൻ വേണ്ടി പറ്റും. അവസാനത്തെ 5 ട്രാൻസാക്ഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇത് ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് നമ്മൾ ഗൂഗിൾ പേയിൽ ആർക്കെങ്കിലും പൈസ അയച്ചു, അപ്പോൾ അതാണ് പ്രോസസ്സിംഗ് കാണിക്കും. അതിനുശേഷം നമ്മൾ ഗൂഗിൾ പേയിൽ തന്നെ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബാലൻസ് അനേബിൾ ടു കണക്ട് യുവർ ബാങ്ക് അക്കൗണ്ട് എന്നുള്ള പറഞ്ഞിട്ട് ഇത് കാണിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം നമ്മൾ കൂട്ടുകാരോട് പറയും, അല്ലെങ്കിൽ അവരോട് പറയും, അപ്പം പരിചയമില്ലാത്ത ആൾക്കാരാണ് നമ്മൾ പറയില്ലേ, നമ്മൾ പൈസ അയച്ചിട്ടുണ്ട്, നമ്മൾ ഇത് കട്ടായി, പക്ഷേങ്കിൽ എന്തുണ്ട്, ഇത് കാണിക്കുന്നില്ല, ഐ മീൻ നിങ്ങൾക്ക് അത് എത്തിയിട്ടില്ലെങ്കിൽ ഇത് കട്ടായിട്ടുണ്ട് വരും എന്ന് പറയാൻ വേണ്ടി പറ്റും.
അപ്പോൾ നമ്മൾക്കത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഈ മിനി സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുക. അപ്പോൾ നമ്മളതിൽ ആദ്യം അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലായി എത്ര പൈസ ഉണ്ടെന്ന്. പിന്നെ ഈ ഒരു മിനി സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് വാട്സപ്പ് അസിസ്റ്റന്റ്. അപ്പം എല്ലാവരും ഇത് ഉപയോഗിക്കുക. ഓക്കെ. എസ് ബി ഐയുടെ ഇങ്ങനെയുണ്ട്. ഇനി മറ്റുള്ള ബാങ്കിന്റെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം എസ് ബി ഐയുടെ അക്കൗണ്ട് ഉള്ളവർക്ക് ഇത് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും വാട്സപ്പ് ഉപയോഗിച്ചിട്ട് എസ് ബി ഐയുടെ വാട്സപ്പ് അസിസ്റ്റൻറ്റിലൂടെ നിങ്ങളുടെ ബാലൻസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ അവസാനത്തെ 5 ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസുകൾ എങ്ങനെ എടുക്കാമെന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.